ഹായ് ഗായ്സ്, ഇത് പറയണു സുഖം തന്നെ. ഓക്കെ, നമ്മളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഇതൊക്കെ കഴിഞ്ഞു. സോറി, എനിക്ക് ന്യൂ ഇയർ സെലിബ്രേഷനൊന്നും അധികം റെക്കോർഡൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ആയിരുന്നു. പിന്നെ ചിലർക്ക് അത് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ പറഞ്ഞില്ല അവരെടുക്കേണ്ടതാണ്. എന്നാലും നമ്മളുടെ ഒരു പേഴ്സണൽ ഇതല്ലേ. അപ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് അങ്ങനെ റെക്കോർഡൊന്നും ചെയ്തില്ല. പക്ഷേ വി ഹാഡ് എ വെരി ഗുഡ് ടൈം, ബേസിക്കലി ഓൾ അവർ ഫ്രണ്ട്സ് ടുഗെദർ. പക്ഷേ നമ്മളുടെ ആക്ച്വലി സത്യം പറഞ്ഞാൽ നോട്ട് ഈവൺ 1/4 ഓഫ് ദി ഗാങ് വാസ് ദെയർ. നമ്മൾ അങ്ങനെ 4 ക്ലാസ്മേറ്റ്സിൻ്റെയും പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇറ്റ് വാസ് എ വെരി ഫൺ തിങ് ടു ഡു ആൻഡ് വി ഹാഡ് എ വെരി ഗുഡ് ന്യൂ ഇയർ സെലിബ്രേഷൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മെയിൻ ജോബ് എന്തായിരുന്നു. ഐ ടോൾഡ് യു ഓൾറെഡി ഐ വാസ് വർക്കിംഗ് ആസ് എ മ്യൂസിക് പ്രൊഡ്യൂസർ, DJ ആൻഡ് എ മ്യൂസിക് പ്രൊഡ്യൂസർ ഇൻസ്ട്രക്ടർ, അങ്ങനെ പലതും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സെയിം ഒരു ജോലി. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാമെന്ന് വിചാരിച്ചു. വാട്ട് ആർ മൈ പ്ലാൻസ് ടു ഡു. ഇപ്പോൾ നമ്മൾ 2 മാസം ഓൾമോസ്റ്റ് കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞു ആക്ച്വലി. കഴിഞ്ഞ 16th ഡിസംബർ 16 ഒക്ടോബർ 16 ഞാൻ വന്നത്. നവംബർ ഡിസംബർ 16 ഇപ്പോഴേ 3-ാമത്തെ മാസം ആവാൻ പോണു. അപ്പോൾ ഇനി നമ്മൾ കാര്യങ്ങൾക്ക് അങ്ങോട്ട് കടക്കണം. നമ്മളുടെ ഇൻകം സ്ട്രീം നമ്മൾക്കൊന്ന് കുറച്ചും കൂടി സ്ട്രോങ് ചെയ്യണം. ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു, നീ തെണ്ടു പോകുന്നതൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതുവരെ ഞാൻ തെണ്ടിയിട്ടില്ല. ഇപ്പോൾ 2 മാസമായി 3 മാസം ആവാറായി, ഇതുവരെ തെണ്ടിയിട്ടില്ല. കുറച്ചൊക്കെ ഇൻകം എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടി. അത്രയും വലിയ ഇൻകമൊന്നുമല്ല, പക്ഷെ എന്നാലും യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഇൻകം വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ് ദാറ്റ് യു ക്യാൻ അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് 1 മാസത്തെ റേഷനെങ്കിലും നമ്മൾക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ട് മേടിക്കാൻ പറ്റും. പ്ലസ് നമ്മളുടെ ട്രേഡിങ്ങിൽ നിന്നും കുറച്ച് പൈസ എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ എനിക്ക് ദുബായിൽ നിന്ന് കുറച്ച് ക്യാഷ് കിട്ടാനുണ്ടായിരുന്നു. അതൊക്കെ കിട്ടിയപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഈ എല്ലാതും വീട് സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഡെയിലി നെസസിറ്റീസും പിന്നെ നമ്മുടെ മന്ത്ലി ഡെവലപ്മെൻറ്റ്സും പ്ലസ് നമ്മുടെ മന്ത്ലി എക്സ്പെൻസസും അതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് കവർ ചെയ്യാൻ പോകുന്നതാണ് നമ്മൾക്ക് ആലോചിക്കേണ്ടത്. അപ്പം ഞാൻ ഈ വീഡിയോസ് ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ, ഞാൻ ദുബായിൽ നിന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, നാട്ടിൽ നിന്നിട്ട് എന്ത് ചെയ്യും. കുറേ ആൾക്കാർ ചോദിച്ച മാതിരി തെണ്ടുപോടാ നീ, അങ്ങനെ ചിലർ ഭയങ്കര റാഷായിരുന്നു. പക്ഷേ ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ് ബിക്കോസ് ഇറ്റ്സ് മൈ ലൈഫ്. ദേ ആർ നോട്ട് ഗോയിങ് ടു ഫീഡ് മീ, നീദർ ഐ എം ആസ്കിങ് ദം ടു ഫീഡ് മീ. സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നുള്ള അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡയലോഗ് ഇന്ന് തരാൻ പോകുന്നു ഞാൻ. ഓക്കെ, നമ്മൾ കാര്യങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഫഷൻ എന്തായിരുന്നു. ഞാൻ കഴിഞ്ഞ 23 കൊല്ലമായിട്ട് ദുബായിൽ I was running this business as an audio engineer, sound engineer, DJ, music producer, recording studio ഒരു ബിസിനസ് ആയിരുന്നു. അപ്പോൾ അത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. സോ വൈ കാണ്ട് ഐ ഡു ദാറ്റ് സെയിം ജോബ് ഇൻ ഇന്ത്യ ഇറ്റ് സെൽഫ്. ശരിയാണ്, നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആ എമൗണ്ട്, നമ്മൾ അവിടെ ബിസിനസ് ചെയ്തിരുന്ന എമൗണ്ട് ഡെഫിനറ്റ്ലി നമ്മൾക്ക് ഇന്ത്യയിൽ കിട്ടില്ല. കാരണം ഇന്ത്യയുടെ എക്കണോമിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾക്ക് അത്രയും ചാർജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ യെസ്, നമ്മൾക്ക് എത്ര പൈസ വേണം നമ്മൾക്ക് ഒരു സമാധാനമായിട്ട്. ഇപ്പോൾ ഡൽഹി എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിൽ നമ്മൾക്ക് താമസിക്കുന്ന വെച്ചാൽ നമ്മൾക്ക് മാസം എത്ര വരുമാനം വേണം, അങ്ങനെ പലതും നമ്മൾക്ക് ഇതൊക്കെ നോക്കാണ്ട്. അപ്പോൾ ഈ 2-3 മാസങ്ങളിൽ ഞാൻ ബേസിക്കലി അറിഞ്ഞാൽ നമ്മൾക്ക് ഇഫ് യു ഗെറ്റ് അറൗണ്ട് ലൈക്ക് 1 to 1.5 lakhs വി ക്യാൻ ഈസിലി സർവൈവ് ഇൻ ഡൽഹി. അപ്പോൾ 1 lakh ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ വിത്തിൻ വാട്ട് എവർ ഇറ്റ് ഈസ് അറൗണ്ട് 50,000-60,000 നമ്മളുണ്ടോ അതനുസരിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ വി ക്യാൻ സർവൈവ്, ഇല്ല എന്നല്ല. ബട്ട് ഈവൻ ഇഫ് യു ഗെറ്റ് 1 lakh, 1.5 lakh അല്ലെങ്കിൽ 2 lakh നിങ്ങൾ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി അതിൽ നിങ്ങൾക്ക് സേവും ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ടാണ് 2 ആഴ്ച ഞാൻ ബേസിക്കലി വ്ളോഗ് ഇടാണ്ടിരുന്നത്. കാരണം ഈ സെറ്റപ്പ് എനിക്ക് വേണമായിരുന്നു. ബേസിക്കലി നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വേണം. അപ്പോൾ എൻ്റെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ടേബിളാണ്. ഇവിടെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ പല പരിപാടികളും ചെയ്യണം. എന്നുവെച്ചാൽ എൻ്റെ റെക്കോർഡിംഗ് സെഷൻസ്, എൻ്റെ യൂട്യൂബ് വീഡിയോസ്, എഡിറ്റിങ്, പിന്നെ പലതും പല എൻ്റെ ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ, മിക്സിങ്, മാസ്റ്ററിങ്, അതൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു കോർണറിലാണ്. നമ്മൾ ഓഫീസ് ക്യൂബിക്കിൾ എന്ന് പറയില്ലേ, അതുമാതിരി ചെറിയൊരു ടേബിൾ സൈസ് വെച്ചിട്ടാണ് ഞാൻ ഈ സംഭവം നടക്കുന്നത്. പക്ഷെ ഇത് മതി നമുക്ക്. അപ്പോൾ നമ്മൾക്ക് ഇതിന് ആക്ച്വലി ഒരു ഹോം സ്റ്റുഡിയോ എന്ന് പറയാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ നിങ്ങൾക്ക്, ഞാൻ എൻ്റെ ഹോം സ്റ്റുഡിയോയിൽ ഇപ്പോൾ എന്തൊക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അത് വെച്ചിട്ട് ഐ ആം ഗോയിങ് ടു ഏൺ മൈ ഇൻകം വിച്ച് ഐ ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ്. എനിക്ക് ഇപ്പോൾ ഓൾറെഡി എൻ്റെ സ്റ്റുഡൻസ് കിട്ടിയിട്ടുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നുമുണ്ട്. സോ വിത്ത് ദാറ്റ് ഓൾസോ യു ക്യാൻ ഏൺ. അപ്പോൾ പെർ സ്റ്റുഡൻറ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു 20,000-25,000 കിട്ടിക്കഴിഞ്ഞാലും മാസം, ഈവൻ ഇഫ് യു ഹാവ് 3-4 സ്റ്റുഡൻസ്, ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. ഇപ്പോൾ ഓൾറെഡി എനിക്ക് 2-3 സ്റ്റുഡൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സർവൈവ് ചെയ്യണത് ഇപ്പോൾ തൽക്കാലം. പ്ലസ് യൂട്യൂബിൻ്റെ ഇൻകം വരുന്നുണ്ട്, യൂട്യൂബിൻ്റെ വീഡിയോസും ചെയ്യുന്നുണ്ട്.
സോ ഫ്രം മോർണിംഗ് ടിൽ ഈവനിങ് നമ്മൾ ഫ്രീ അല്ല. വി ആർ ഡൂയിങ് ലോട്ട് ഓഫ് അതർ തിങ്സ് ലൈക്ക് വർക്ക്. ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് എ ജോബ്. ഞാൻ യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കുന്നതും പ്ലസ് പഠിപ്പിക്കുന്നതും പ്ലസ് ട്രേഡിങ്ങും. അപ്പോൾ ട്രേഡിങ് ഞാൻ പറഞ്ഞില്ല, ഞാൻ അത്ര പ്രൊഫഷണലോ ഭീകരനൊന്നുമല്ല. ഞാൻ ട്രേഡിങ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യെസ്, ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ. അത്രയും പ്രോഫിറ്റായിട്ടല്ല ഞാൻ നോക്കുന്നത്. ഞാൻ ഐ ഹവ് നോട്ട് പുട്ട് ബിഗ് എമൗണ്ട് ഓൺ ട്രേഡിങ്. പക്ഷേ ആ കോൺഫിഡൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 10-25,000 വെച്ചിട്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കളിക്കുന്നത്. ഐ ആം നോട്ട് പുട്ട് ഈവൻ 1 lakh. ക്യാൻ യു ഇമാജിൻ ദാറ്റ്? സോ ഞാൻ ആ 20-25,000 വെച്ചിട്ടാണ് ഞാൻ കളിക്കുന്നത്. ഐ നോ ചെറിയ പ്രോഫിറ്റ് എനിക്ക് കിട്ടുക ചിലപ്പോൾ ഡെയിലി ഞാൻ ഇപ്പോൾ 100-200 അല്ലെങ്കിൽ 300 ചിലപ്പോൾ 500 രൂപയെങ്കിലും ഉണ്ടാക്കും ചിലപ്പോൾ ഞാൻ. പക്ഷേ ഡിപ്പെൻഡിങ് ഓൺ ഹൗ മച്ച് യു ആർ ഇൻവെസ്റ്റിംഗ് അക്കോർഡിംഗ് ടു ദാറ്റ്. സോ ഐ ഡോണ്ട് വിഷ് ടു ഓർ ഇൻറ്റെൻഡ് ടു ലൂസ് മച്ച് till I get that confidence in trading, which I intend to do that in future also. പക്ഷേ ആ കോൺഫിഡൻസ് കിട്ടുന്ന വരെ ഒരു കൊല്ലെങ്കിലും ഞാൻ നല്ലോണം ഇവിടുത്തെ സ്റ്റോക്സും അതിൻ്റെ ഇതൊക്കെ ഷെയർസും ഇക്വിറ്റി അങ്ങനെ പലതുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടേ ഞാൻ ഇതിൽ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സേവും ചെയ്യണം. അപ്പോൾ ഓക്കെ, നമ്മളുടെ സെറ്റപ്പിലേക്ക് കിടക്കാം. ഇതാണ് എൻ്റെ മെയിൻ മൈക്ക് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ബേസിക്കലി. പിന്നെ ഇത് ആക്ച്വലി ഒരു കണ്ടൻസർ മൈക്രോഫോണാണ്. പിന്നെ ഇതുമാതിരി തന്നെ ഒരു പോഡ്കാസ്റ്റ് മൈക്ക് എൻ്റെ ഉണ്ട്, ഒരു ഡൈനാമിക് മൈക്ക്. അപ്പോൾ രണ്ടെണ്ണത്തിലും വളരെ വ്യത്യാസമുണ്ട് മൈക്കിങ്ങിൽ. അപ്പോൾ ഞാൻ സാധാരണ റെക്കോർഡ് ചെയ്യുന്നത് ഈ കണ്ടൻസർ മൈക്രോഫോൺ വെച്ചിട്ടാണ്. പിന്നെ എൻ്റെ ഉള്ള എൻ്റെ ഒരു ലാപ്ടോപ്പ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബേസിക്കലി 2 സ്ക്രീനും കൂടി മേടിക്കുന്നുണ്ടായിരുന്നു. ഈ ലാപ്ടോപ്പിൽ കൂടി നമുക്ക് ആ 2 സ്ക്രീനും കൂടി കണക്ട് ചെയ്യാൻ പറ്റും. സോ വൈൽ ട്രേഡിങ് ഓർ വൈൽ എഡിറ്റിംഗ് ഓർ വൈൽ മേക്കിംഗ് മ്യൂസിക് ഇറ്റ് ഈസ് മച്ച് മോർ ഈസിയർ. പക്ഷേ ഇപ്പം ഞാനത് ഇൻവെസ്റ്റ് ചെയ്യണില്ല, കാരണം അതിന് കുറച്ചും കൂടി ക്യാഷിൻ്റെ ആവശ്യമുണ്ട്. സോ ഐ എം ജസ്റ്റ് യൂസിങ് 1 സ്ക്രീൻ ഓൺലി റൈറ്റ് നൗ. ഇപ്പോൾ ഡൗൺലോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് മ്യൂസിക് പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയറിൻ്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും പിന്നെ ഇതിൻ്റെ ഒക്കെ. പിന്നെ ഒരു കീ ലൈറ്റ് ഞാൻ മേടിച്ചു. ഇത് ആവശ്യമുണ്ടായിരുന്നു, കാരണം വീഡിയോസ് എടുക്കുമ്പോൾ. പിന്നെ ഒരു വെബ് ക്യാം ഞാൻ മേടിച്ചു. എൻ്റെ 2 വെബ് ക്യാം ദുബായിലുണ്ടായിരുന്നു. പക്ഷേ ആസ് ഐ ടോൾഡ് യു, എൻ്റെ എല്ലാതും അവരങ്ങോട്ട് കോൺഫിസ്കേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് ഓൾ ഇന്ത്യൻ ബ്രാൻഡ് ഓൺലി ആൻഡ് ഐ തിങ്ക് ദേ ആർ ക്വൈറ്റ് ഗുഡ്. ജിബ്രോണിക്സിൻ്റെ ബ്രാൻഡാണ്. പിന്നെ ഇത് ഏതാണ്, ക്രിയോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. പക്ഷേ വെരി ഗുഡ് ലൈറ്റിംഗ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ് ഓൾസോ, സോ ഐ ഗോട്ട് ദാറ്റ്. പിന്നെ വേറൊരു ലൈറ്റും കൂടി എൻ്റെ ഉണ്ട്, വേറെ കീ ലൈറ്റ് ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. ഈ മോണിറ്റേഴ്സ് ഞാൻ എൻ്റെ ഉണ്ടായിരുന്നുണ്ട് ദുബായിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിരുന്നതാണ്. ഇത് കുറച്ചാൾ സ്റ്റുഡിയോയിൽ വെച്ചിരുന്നു. താങ്ക്ഫുള്ളി ഞാനത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതെൻ്റെ കയ്യിൽ കിട്ടി, അല്ലെങ്കിൽ അതും കിട്ടില്ലായിരുന്നു. സോ ഐ ഹാവ് ടു ബേസിക്കലി സ്റ്റുഡിയോ മോണിറ്റേഴ്സ്. പിന്നെ എൻ്റെ ഒരു സ്ട്രീം ഡെക്ക് ഉണ്ട്, വിച്ച് ഐ കൺട്രോൾ ഓൾ മൈ ലൈവ്. പിന്നെ ഞാൻ ലൈവ് ചെയ്യാറുണ്ട് ബേസിക്കലി. എൻ്റെ അത് വേറെ ചാനലിൽ ഞാൻ ലൈവും ചെയ്യാറുണ്ട്. നമ്മുടെ ചാനലും ലൈവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ദിവസം ലൈവ് വരും ആൻഡ് വി ക്യാൻ ചാറ്റ് ഓൾസോ ലൈവ് ഓൺ മൈ ചാനൽ. സോ ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് ആസ് വെൽ. സൗണ്ട് കാർഡ്, ഓഡിയോ ഇൻ്റർഫേസ് എന്ന് പറയും. ഇത് മോട്ടു. ഇത് ഓൾമോസ്റ്റ് 4-5 കൊല്ലമായി ആക്ച്വലി. ഇത് ഇപ്പോഴും എൻ്റെ ഉണ്ട് ആൻഡ് ഐ എം സ്റ്റിൽ യൂസിങ് ദാറ്റ്. അപ്പോൾ ഈ ഒരു സൗണ്ട് കാർഡ്, ഒരു പെയർ സ്റ്റുഡിയോ മോണിറ്ററും, പിന്നെ ഒരു മാക്ക് എൻ്റെ ഉണ്ട്. പിന്നെ ഇത് കിട്ടിയാൽ മതി നമുക്ക്. ആക്ച്വലി ഇഫ് യു ആർ ഇൻ ടു മ്യൂസിക് യു ക്യാൻ ഡു യുവർ മ്യൂസിക് പ്രൊഡക്ഷൻ ഓർ സ്റ്റാർട്ട് യുവർ ഹോം സ്റ്റുഡിയോ. വീട്ടിൽ നന്നായിട്ട് നമുക്ക് തുടങ്ങാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ബേസിക്കലി ഞാൻ ആദ്യം മേടിച്ചപ്പോൾ ടേബിൾ ഇതാ മേടിച്ചത്. ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ആദ്യം കാണിച്ചപ്പോൾ. പിന്നെ ഞാൻ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് മോണിറ്റർ ടേബിൾ എന്ന് പറയും ഇതിന്. ഇത് 2 പീസാണ് ഇത് ബേസിക്കലി. അപ്പോൾ ഈ 2 പീസ് മോണിറ്റർ ടേബിൾ ഞാൻ ആ സൈസ് അനുസരിച്ചിട്ട് മേടിച്ചു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതും വന്നു. പിന്നെ കുറേ സാധനങ്ങൾ നമുക്ക് അതിൻ്റെ അടിയിലും വയ്ക്കാം. വേണ്ട, നല്ല ഒരു സെറ്റപ്പായി അത്. പിന്നെ എനിക്ക് എൻ്റെ 2 മോണിറ്റർ വന്നു കഴിഞ്ഞാൽ ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേനും ഞാൻ 2 മോണിറ്ററും കൂടി മേടിക്കും. അപ്പോൾ ആ 2 ഡിസ്പ്ലേ മോണിറ്റേഴ്സ് ബേസിക്കലി, നോട്ട് ഓഡിയോ മോണിറ്റേഴ്സ്, അത് ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ദെൻ ഐ ക്യാൻ ആക്ച്വലി എൻ്റെ സെറ്റപ്പ് ഫുള്ള് ഓക്കെയാണ്. സോ വാട്ട് യു തിങ്ക് ഗൈസ്? ഇത് മതിയില്ല നമുക്ക് നമ്മളുടെ ഒരു ഇൻകം തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഓൾറെഡി ഒരു ചെറിയ ഹോം സ്റ്റുഡിയോ നമ്മൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ സെറ്റപ്പും. പിന്നെ ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഒജീനം എന്ന് വെച്ചാൽ മൈ ബ്രെഡ് ആൻഡ് ബട്ടർ ഉണ്ടാക്കാൻ പോണത് ബേസിക്കലി. സോ ദിസ് ഈസ് മൈ ബേസിക് തിങ് വെയർ ഐ വിൽ ബി ഏർണിങ് മൈ ഇൻകം. ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു ഇന്ത്യയിൽ ചെന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ തെണ്ടൽ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾക്ക് ഒരു എന്താ പറയുക, ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് പറയണം കേട്ടോ. ആൾക്കാർ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങനെ പോയിട്ടുണ്ട്, നാട്ടിൽ വന്നിട്ട് രക്ഷപ്പെട്ടവരും ഉണ്ട്. മനസ്സിലായില്ലേ? എല്ലാവരും തെണ്ടാറില്ല ഭായി. അപ്പോൾ കുറേ ഞാൻ ഈ ഡയലോഗ് തരുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഡയലോഗ് കേട്ടത്. എന്നോട് നിങ്ങൾ എന്താ നാട്ടിൽ പോയി തെണ്ടോയെന്ന് ചോദിച്ചില്ലേ? എനിക്കതിപ്പോഴും ഭയങ്കരമായിട്ട് മനസ്സിൽ ഉണ്ട്. കാരണം
അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവാണ്. അവരുടെ അപ്രോച്ച് തന്നെ ഭയങ്കര നെഗറ്റീവ്. അത് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇഫ് യു ഹാവ് ദ സ്കിൽസ്, ഇഫ് യു ഹാവ് ദ വിൽ, യു ക്യാൻ ഏൺ ഇൻ ഇന്ത്യ ഓൾസോ. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സ് വരെ ഇവിടെ ഞാനിപ്പോൾ അവരെ കണ്ട്, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ന്യൂ ഇയറിൽ നമ്മൾ പോയപ്പോൾ തന്നെ എല്ലാവർക്കും അവരുടെ സ്വന്തം വീടുണ്ട്. ദേ ഹാവ് ദെയർ ഓൺ ഹൗസസ് റൈറ്റ് നൗ. ഒന്നല്ല രണ്ട് വീടുകൾ അവർ മേടിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ മാതിരി തന്നെയാണ് അവർ. ഞാനവിടെ ദുബായിൽ വന്നിട്ട് ഐ തിങ്ക് ഇറ്റ് വാസ് ബേസിക്കലി എ റോങ് ഡിസിഷൻ ഫോർ മീ, ബട്ട് ഇറ്റ്സ് ഓക്കെ. ചിലവർക്ക് അത് നല്ലതായിരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് ഓൾ നമ്മുടെ സമയം അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ മേ ബി എൻ്റെ സമയം ശരിയില്ലായിരിക്കും. ഹൗ തിങ്സ് കെയിം അപ്പ് ആൻഡ് ഹൗ തിങ്സ് വെൻറ്റ് ഓഫ്. സോ ബിക്കോസ് ഓഫ് ദാറ്റ്, so it's okay, but I'm not blaming. There's always a time. I don't know if you have seen the movie, Will Smith in ഒരു മൂവി ഉണ്ട്, ഇൻ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. അതിൽ ആ വിൽ സ്മിത്ത് എങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്യണത്, ഇതൊക്കെ കുറേ ആൾക്കാരുടെ ലൈഫിലുള്ളതാണ്. എല്ലാവരും ഒരു ഫെയിലിയറായിട്ട് കണക്കാക്കരുത്. തോൽവി എല്ലാവർക്കും വരണതാണ്. ഇപ്പോഴും ഞാൻ ജയിച്ചിട്ടില്ല, ഞാനിപ്പോഴും തോറ്റുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഡോണ്ട് ഗിവ് അപ്പ്. ഐ ഹാവ് നെവർ ഗിവൺ അപ്പ്. കീപ് ട്രൈങ്, അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ജോലി, ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എൻ്റെ ഈ സെറ്റപ്പ് കണ്ടിട്ട്? അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ജസ്റ്റ് വാണ്ടഡ് ടു ഷോ യു ഗൈസ് വാട്ട് ഐ ഹാവ് ഡൺ വിത്ത് മൈ ഹോം സ്റ്റുഡിയോ സെറ്റപ്പ് ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക ഹൗ ഡിഡ് യു ലൈക്ക് മൈ സെറ്റപ്പ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ യുവർ വിഷസ് ആൻഡ് പ്രേയേഴ്സ്. എനിക്കറിയാം കുറേ നമ്മളുടെ സപ്പോർട്ടേഴ്സ് ഉണ്ട്, അവരുടെ വിഷസും പ്രേയേഴ്സും ഉണ്ട്. പിന്നെ അത് കാരണമാണ് നമ്മളുടെ ചാനൽ ഇതുവരെ 1,800 subscribers almost എത്തി. Thank you so much and I wish to take this channel to the next level. ഇപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഡെയിലി വ്ളോഗ്സ് വന്നുകൊണ്ടിരിക്കും ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടൻറ്റ്സ് വരും. വി വിൽ റോം ഡിഫറെൻറ്റ് പ്ലേസസ്, വി വിൽ സീ ഡിഫറെൻറ്റ് പ്ലേസസ് വിച്ച് ഐ കുഡൻറ്റ് ഡു ഇൻ മൈ 50 years to even explore India. I want to do that. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയും മാത്രം. If you are new, please consider subscribing and commenting and liking my videos. See you after a short break. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. Bye.